സംഭൽ ജമാ മസ്ജിദ് ഇനി മുതൽ തർക്കമന്ദിരം എന്നറിയപ്പെടും. തർക്കമന്ദിരം എന്ന് പരാമർശിക്കാൻ അലഹാബാദ് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജമാ മസ്ജിദ് ഹരിഹർ കേസ് പരിഗണിക്കവേ ഹിന്ദു വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ, സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ നീക്കം അലഹാബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ആ ജമാ മസ്ജിദ് തർക്കമന്ദിരം ആയി പരിഗണിക്കാനാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ, സംഭൽ ജമാ മസ്ജിദ് ഹരിഹർ കേസിൽ നിർണായകമായിട്ടുള്ള ഇടപെടലാണ്, നിർണായകമായിട്ടുള്ള നിരീക്ഷണവും നിർദ്ദേശവുമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ കേസ് ഈ സംഭൽ ജമാ മസ്ജിദിൽ ആരാധനാ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ കേസ് നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ ജമാ മസ്ജിദ് നവീകരിക്കുന്നതിന് അവിടെ പെയിന്റ് അടിച്ചുകൊണ്ട് വെള്ളം പൂശിക്കൊണ്ട് ആ മസ്ജിദ് നവീകരിക്കുന്നതിനുള്ള അനുവാദം നൽകണമെന്നൊരു ആവശ്യം ഈ ജമാ മസ്ജിദ് കമ്മിറ്റി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അതിന് മേൽ വാദം നടക്കവേ ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ വളരെ കൃത്യമായി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, നിലവിൽ ഇത് ജമാ മസ്ജിദ് എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. 1526 ഒരു ക്ഷേത്രം തകർത്തുകൊണ്ടാണ് സംഭലിൽ ജമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ആരാധനാവകാശം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ ഹർജി ആവശ്യം നിലവിൽ പൊതുസമൂഹത്തിന് മുൻപിലും കോടതിക്ക് മുൻപിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജമാ മസ്ജിദ് എന്ന് മാത്രമായി ഈ കെട്ടിടത്തെ കാണാൻ സാധിക്കില്ല എന്ന ഹിന്ദു സമൂഹത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതി നിലവിൽ സംഭലിലെ ജമാ മസ്ജിദ് തർക്കമന്ദിരം എന്ന് വിശേഷിപ്പിക്കാം, എന്ന് പരാമർശിക്കാം. അത് കോടതി രേഖകളിലും അല്ലാതെയും ജമാ മസ്ജിദിനെ തർക്കമന്ദിരം എന്ന് വിശേഷിപ്പിക്കാം എന്ന് അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. തീർച്ചയായും ഹൈന്ദവ സമൂഹത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ജമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള കിണർ പൊതുവായി ഉപയോഗിക്കുന്നതിനെ എതിർത്തുകൊണ്ടും ഇത്തരത്തിലൊരു ഹർജി മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിക്ക് മുൻപാകെ നടത്തിയിരുന്നു, സുപ്രീം കോടതിക്ക് മുൻപാകെ നൽകിയിരുന്നു. ആ സമയത്തും സുപ്രീം കോടതിയും നിരീക്ഷിച്ചത് നിലവിൽ അത് ജമാ മസ്ജിദിന് മാത്രമായി അത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഹാജരാക്കുന്ന അഭിഭാഷകൻ ജെയിൻ കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഹിന്ദു സമൂഹം ഉന്നയിക്കുന്നത് വളരെ കൃത്യമായ ക്ലെയിമാണ്. അതായത് അവിടെ ഹൈന്ദവ സമൂഹത്തിന് കൂടി ആരാധന അവകാശമുണ്ട്. ജമാ മസ്ജിദിന് അല്ലെങ്കിൽ മസ്ജിദ് കമ്മിറ്റിക്ക് മാത്രമായി ഈ കെട്ടിടത്തിന്റെ നിയന്ത്രണം വിട്ടു നൽകരുത് എന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായിട്ടുള്ളത്. നിർണായകമാവുക ഈ കേസിന്റെ തുടർവാദമായിരിക്കും. അവിടെ ആരാധനാവകാശം നൽകണം എന്നുള്ളതാണ് ഹൈന്ദവ സമൂഹത്തിന്റെ ആവശ്യം. നീലിമ. ശരി ജിഷ്ണു.